അടുത്തത് നമ്മൾ പോകുന്നത് താമരപ്പാടാണ് കേട്ടോ. കൊല്ലംകോടുള്ള താമരപ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെ കുറേ നെൽപ്പാടത്തിൻ്റെ ഉള്ളിൽ കൂടിയ പൂവുകളും അങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊരു സ്ഥലമാണ് കേട്ടോ. ചെറിയ ടിക്കറ്റ് പ്രൈസൊക്കെ ഉണ്ട്, 30 രൂപയായിട്ടാണ് ഒരാൾക്ക് കയറാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നെൽക്കതിരൊക്കെ ഇങ്ങനെ വിളഞ്ഞ് പാകമായി കിടക്കുന്ന അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് അവിടെ നിർത്തി ഇത് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങിയൊരു വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ ഇതാണ് താമരപ്പാടത്തിൻ്റെ ഉള്ളിലുള്ള സംഭവം കേട്ടോ. അങ്ങനെ കുറേ കമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പഴയ ഒരു ക്ലിയർ ഇല്ലാന്നാണ് പോയി കഴിഞ്ഞ ആദ്യമുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. ഏതായാലും നമുക്ക് ഇഷ്ടപ്പെട്ട് അത്യാവശ്യം കാണാനും രസമൊക്കെ ഉണ്ട്. 30 രൂപ ആണ് ഇവിടെ ചാർജ് ഈടാക്കുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് ബോർഡുകളോ കാര്യങ്ങളോ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകാം. അതുകൊണ്ട് അപ്പുറം കാണാൻ നമുക്കൊരു വീട്, എല്ലാ വീഡിയോസിലും റീൽസിലും ഒക്കെ കാണുന്ന ഒരു വീടാണിട്ടത്. നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്ക് പോകാം. നല്ല ഒരുപാട് ചെട്ടിപ്പൂക്കളും ആമ്പൽ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെട്ടിയൊക്കെ വിളഞ്ഞിങ്ങനെ പാകമായിട്ട് നിൽക്കാൻ കേട്ടോ. നല്ല ഭംഗിയാണ്. പാടത്തിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു മഞ്ഞ കളറിൽ ചെട്ടി ഇങ്ങനെ കാണുമ്പോൾ എന്തായാലും 2 സൈഡിൽ നെല്ലിങ്ങനെ പാകമായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഷെഡ് പോലെ വെയിലിൽ വെള്ളാണ്ട് ഇരിക്കാനോ നിൽക്കാനൊക്കെ പറ്റിയ ഇരിക്കാനുള്ള ഷെഡുകളൊക്കെ അപ്പുറത്ത് വേറെ കുറേ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. 4 ഭാഗത്തേക്ക് വഴി ഇങ്ങനെ തിരിയും. നല്ലൊരു സ്മെല്ലാണ് ഇതിലിങ്ങനെ നടക്കുന്ന ചെട്ടീൻ്റെ സ്മെല്ലിങ്ങനെ വരും കേട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ എത്തിയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ തിരക്ക് കൂടുകയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ കേട്ടോ. ഒരുപാട് ഏക്കറുണ്ട് സ്ഥലത്താണ് ഉള്ളത്. ഫുള്ള് നെൽപ്പാടാണ്. അതിൻ്റെ നടുവിലാണ് ഈ ചെട്ടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പോണേക്ക് ഇങ്ങനെ കുറേ കമാനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട്, പിന്നെ അതിൻ്റെ പണിക്കാർ നനയും വളടലും കളവറക്കലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ജോലിക്കാരുണ്ട് കേട്ടോ അവിടെ. അത്ര ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ നടന്നിട്ട് തീരുന്നില്ല കേട്ടോ. അതൊക്കെ കുറേ ഷെഡുകളുണ്ട് അപ്പുറത്തൊക്കെ. അവർക്ക് ഇരിക്കാനുള്ള കേട്ടോ, റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. കാറൊക്കെ പോകണുണ്ടോ, ഭയങ്കര ഭംഗി തന്നെ കേട്ടോ. അവിടെ ഒരു ആനൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടോ. ദൂരം നോക്കി ആന പോലൊക്കെ തന്നെയാണ് തോന്നുന്നതാണ് ആ ആനൻ്റെ പ്രതിമ കേട്ടോ. എന്തൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ട് ആനക്ക്. അത് കറക്റ്റ് വായിക്കാൻ കിട്ടില്ല, കുറച്ച് ദൂരെ നിന്നായതുകൊണ്ട്. അടുത്ത് പോകാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. നമ്മളെ വണ്ടി അതാ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ദൂരം നിന്നാണ് കാണുന്നത്. ഏതായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. 30 രൂപ കൊടുക്കണം എന്നുള്ളൊരു പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ മോശമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. കാരണം ഒരു പാടത്തിൽ ഇറങ്ങാൻ ഇത്ര പൈസ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അന്നും കുഴപ്പമില്ല, നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. കണ്ടുപോരാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ നമ്മളെ നാട്ടിലൊന്നും ഇതുപോലത്തെ നെൽപ്പാടങ്ങളും അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ കണ്ട് വലിയ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. ഒരു വിമാനം അങ്ങനെ പറന്ന് പോകുന്നുണ്ട് കേട്ടോ. താമരപ്പാടത്തിൻ്റെ മുകളിലൂടെ. ഇവിടെ ഇത് എയർപോർട്ടാണ്. അപ്പോൾ ഏതായാലും വിമാനം അതിൽ അങ്ങോട്ട് പോയി സീതാർകുണ്ടിൻ്റെ ഭാഗത്തേക്ക്. സീതാർകുണ്ടിൽ ഇറങ്ങാനുള്ളതായിരിക്കും. നമ്മളിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കാം കേട്ടോ. ഷെഡുകളുണ്ടാവും. കുറേ ആൾക്കാർക്ക് ഇരുന്ന് സുറ പറയാനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളാട്ടോ. നല്ല വെയിലായിരിക്കുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടായിരിക്കും ഒരുപാട് ഷെഡൊക്കെ ഉണ്ടാക്കി വെച്ചത്. ആനതാ നമ്മളെ മറ്റേ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ചെട്ടി 2-3 കളറിലുണ്ട് കേട്ടോ. ആഹാ, എന്താല്ലേ ഭംഗി. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ആ സ്മെല്ലും ആ പൂവൊക്കെ ഇങ്ങനെ തട്ടിങ്ങി തലോടി ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് വേറെ തന്നെയുണ്ട്. അപ്പോൾ ഏതായാലും പറ്റുന്ന ആൾക്കാരൊക്കെ, കൊല്ലംകോട് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയിക്കോളി. നഷ്ടമൊന്നും ആവില്ല. നല്ല ആമ്പൽപ്പൂ വേണ്ടതാ. ആഹാ, എന്ത് രസമല്ലേ. ഭയങ്കര കളറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളർ കേട്ടോ. ചെറിയ വട്ടപാത്രങ്ങളൊക്കെ വെച്ചിട്ട് അതിലാണ് ഈ ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ നല്ല കളർഫുള്ളായിട്ടുള്ളത്. പിന്നെ കൂടുതൽ ചെട്ടി തന്നെ, വേറെ അങ്ങനെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. ഒരു വ്യൂ അത്രയും പ്രതീക്ഷിച്ച് പോയാൽ മതി. ഒരുപാടൊന്നും പ്രതീക്ഷിച്ചിട്ട് അങ്ങോട്ട് പോകണ്ട. അപ്പോൾ വരുന്ന ആൾക്കാർ സീതാർകുണ്ട് പോണ വഴിക്കാണ് ഇത്. നേരെ 1 കിലോമീറ്റർ ജസ്റ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സീതാർകുണ്ട് വെള്ളച്ചാട്ടം കേട്ടോ.
അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ കണ്ടോളി. നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല മ്യൂസിക്കൊക്കെ ഇങ്ങനെ പാടുന്നുണ്ട് കേട്ടോ. അത് ആ വീട് കണ്ടെങ്കിൽ ആ വീടിൻ്റെ മുമ്പിലാണ് നമ്മൾ ഒരുപാട് ആൾക്കാരെ ഫോട്ടോസും റീൽസും ഒക്കെ കണ്ടിട്ടുള്ളത്. കൊല്ലങ്കോട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വ്യൂ ഉണ്ട്, ഭയങ്കര രസമാണ് ആ ഒരു വീടിൻ്റെ കാണാൻ. അപ്പോൾ ഏതായാലും കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പറ്റുന്ന ആൾക്കാരൊക്കെ കൊല്ലങ്കോട് പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. നല്ല നഷ്ടം ഉണ്ടാവില്ല, ഒരു ദിവസം മുഴുവൻ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ബായ്.